ഹായ് ഫ്രണ്ട്സ്, കേട്ടറ്റ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ആശംസകൾ. നന്നായിട്ട് എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ നമ്മൾ കാറ്റഗറി 1ഉം 2ഉം 3ഉം 4ഉം ഒക്കെ എഴുതുന്നവരുണ്ടാകും. എല്ലാവരും തന്നെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ എക്സാം ഹോളിലേക്ക് മാക്സിമം നേരത്തെ എത്തുക. എത്ര നേരത്തെ എത്തുന്നോ അത്രയും നല്ലത് തന്നെ. നമ്മളവിടെ എത്തി നമ്മളുടെ സ്കൂൾ ഏതാണെന്ന് കൺഫേം ചെയ്യുക. സ്കൂളിൻ്റെ പേര് പലപ്പോഴും ഗേൾസ് ഉണ്ടാവും, ബോയ്സ് ഉണ്ടാവും, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും. ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാകരുത്. കൺഫേം ചെയ്യുക നിങ്ങളുടെ സ്കൂൾ അത് തന്നെയാണെന്ന്. കാരണം അതുവരെ നമ്മൾ അവിടെ ഇരുന്ന് ഇത് തന്നെയാണ് സ്കൂളെന്ന് കരുതിയിട്ട് ആ ഒരു നോട്ടീസ് ബോർഡിൽ നമ്പറൊക്കെ ഇടുന്ന സമയത്ത് നോക്കുമ്പോൾ അയ്യോ ഇതല്ല സ്കൂൾ ആ ടൈമിലാണ് നമുക്ക് മനസ്സിലാവുക. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കരുത്. ഹോൾ ടിക്കറ്റിലുള്ള നെയിം കറക്റ്റ് അല്ലേ എന്ന് അവിടുത്തെ ഓഫീസിൽ തന്നെ പോയി ചോദിച്ച് കൺഫേം ചെയ്യുക. അല്ലെങ്കിൽ സ്കൂളിൻ്റെ പേര് കറക്റ്റ് അല്ലേ എന്ന് ബോർഡ് നോക്കുക, കൺഫേം ചെയ്യുക. ID കാർഡ് എടുക്കുക. പേന എടുക്കാനൊന്നും തന്നെ മറന്നു പോകരുത്. ഹോൾ ടിക്കറ്റ് ഒന്നും മറന്നു പോകരുത്. കാരണം ഹോളിലേക്ക് നമ്മൾ കയറുന്ന സമയത്ത് ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവണം. പിന്നെ ID കാർഡ് എടുക്കാതെ പലരും വരാറുണ്ട്. അവർ വീണ്ടും അവിടെ ഇരുന്ന് എന്നിട്ട് വീണ്ടും തിരിച്ചു പോയിട്ട് എടുത്തു കൊണ്ടുവരുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട് എക്സാം ഹോളിൽ. അങ്ങനെയൊന്നും സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മളവിടെ ഒരു ടെൻഷൻ ഫ്രീ ആയിരിക്കണം എപ്പോഴും. കാരണം ടെൻഷൻ അടിച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും കിട്ടൂല. ഒരു സാധനവും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നതല്ല. അപ്പോൾ ഒന്ന് റിലാക്സ് ആകുക. അവിടെ ഹോളിൽ കയറി ഒന്ന് നമ്മുടെ ശ്വാസം ഒന്ന് എടുക്കുക, ഒന്ന് പുറത്തേക്ക് വിടുക. അതൊക്കെ ചെയ്താൽ നമുക്കൊന്ന് മൈൻഡ് ഫ്രീ ആവുന്നതാണ്. അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് കേട്ടിട്ട് കിട്ടിയതിൻ്റെ ഒരു ഞാൻ കണ്ടെത്തിയത് എന്താണെന്ന് വെച്ചാൽ ആദ്യമൊന്നും കിട്ടിയില്ല. അത് ക്വസ്റ്റ്യൻ പേപ്പർ പെട്ടെന്ന് വായിച്ച് പോയി ആൻസർ ചെയ്യുക, അങ്ങനെ ഒരു രീതിയായിരുന്നു. വീട്ടിൽ പോയിട്ട് നോക്കുമ്പോൾ അയ്യോ തിരിച്ചായിരുന്നല്ലോ ക്വസ്റ്റ്യൻ, അതിൽ ഉൾപ്പെടാത്തത് എന്നായിരുന്നല്ലോ എന്നൊക്കെ പിന്നീടാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുക, ക്വസ്റ്റ്യൻ ഒരു തവണ വായിച്ചാൽ മതി. ആ ഒരു തവണ വായിക്കുന്നത് വ്യക്തമായിട്ടും മനസ്സിലാക്കിക്കൊണ്ടും വായിച്ച് പോവുക. കാരണം വായന കറക്റ്റല്ല എങ്കിൽ അതിൽ നിങ്ങൾ ടൈം എടുക്കുക. തന്നെ ഒരുപാട് മെല്ലനെ വായിക്കുക എന്നല്ല, നമ്മൾ ആ വായിക്കുന്ന സമയത്ത് അത് വ്യക്തമായിട്ട് മനസ്സിലേക്ക് ഉൾക്കൊണ്ട് അതിന് ഭയങ്കര ഫോക്കസ് ചെയ്തിട്ട് തന്നെ വായിച്ച് പോവുക. എങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ കിട്ടും. അത് അന്നേരം തന്നെ നോട്ട് ചെയ്ത് വെക്കുക. അതാത് സമയം തന്നെ ബബിൾ ചെയ്ത് അങ്ങനെ പോകരുത്. ഓരോന്നിൻ്റെ ആൻസർ ബബിൾ ചെയ്യുന്നതിന് ചിലർക്ക് ഒരുപാട് ടൈം എടുക്കുന്നതാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഒരു പേജിലുള്ള ആൻസറുകളൊക്കെ ഒന്ന് വായിച്ച് കറക്റ്റ് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് ബബിൾ ചെയ്യുക. എന്നിട്ട് അടുത്ത പേജിലേക്ക് പോവുക. മാറ്റി വെക്കരുത്. കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് കരുതിയിട്ട് ആലോചിച്ചിട്ട് ചെയ്യാം എന്ന് കരുതിയിട്ടോ മാറ്റി വെക്കണ്ട. മൈനസ് പോയിന്റ് ഇല്ലാത്തതാണല്ലോ, പിന്നീട് ചെയ്യാൻ നമുക്ക് ടൈം കിട്ടില്ല. ഓരോന്നും വായിച്ച് വ്യക്തമാണെന്ന് നോക്കുക. അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ഏകദേശം തോന്നുന്നത് ടിക്ക് ചെയ്ത് പോവുക. ഓക്കെ.